അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞുളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചാവക്കാടല്ല കേട്ടോ, അവിടെ എടപ്പാളാണ് കേട്ടോ. അമ്മാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ രാവിലെ കുട്ടികൾ മദ്രസ വിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരു 9 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ വരേണ്ട ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ട്. നാളെ തന്നെ തിരിച്ചു പോകും. പിന്നെ സ്കൂളിൽ കലോത്സവം ഇതൊക്കെയാണല്ലോ സ്കൂളിൽ, അതുകൊണ്ട് പിന്നെ അത്ര പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ രണ്ടാൾക്കാണെങ്കിൽ ചുമയും ജലദോഷമൊക്കെ ഉണ്ട് കുറച്ച്. പിന്നെ 2 ദിവസം സ്കൂളിൽ പറഞ്ഞേക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞേക്കൊണ്ട് വരാൻ. അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ഞാറ്റ സ്കൂളിൽ പാട്ടിന് കൂടിയിട്ടുണ്ടായിരുന്നില്ല, ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ജില്ലയെ കൊണ്ടുപോകണേ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു, ഗുരുവായൂർ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അതിൽ അവർക്ക് എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി പാടിയിട്ടോ, കുഴപ്പമില്ല, എല്ലാ മക്കളും നന്നായിട്ട് പാടി. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അവർ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പഠിക്കൽ തുടങ്ങിയിട്ട്. എന്തായാലും നന്നായിട്ട് പാടിയിട്ടാണ്. പിന്നെ വീട്ടിലേക്ക് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഉമ്മ പിന്നെ കണ്ണൂർ പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഒരു കല്യാണം ഉണ്ട് ഉമ്മക്ക്. ഉമ്മ രാവിലെ 9:30 ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. 9:30 ട്രെയിൻ ഇങ്ങോട്ട് തന്നെ വരും. ഉമ്മക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ കാക്കാൻ്റെ മോളുണ്ടായിരുന്നു. അപ്പം ഉമ്മ ഇവിടെ ഒറ്റക്കുള്ള കാരണം എങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വന്നപ്പോൾ പിന്നെ ഉമ്മ അങ്ങനെ പോയി. അപ്പം ഉമ്മ പോകണ കണ്ടപ്പോൾ ഷാമോന് പിന്നാലെ പോയിട്ടുണ്ട്. നാളെ വരാമെന്നുള്ളതിൽ. നാളെ വെള്ളിയാഴ്ച ഞാൻ നാളെ വൈകുന്നേരം കേട്ടോ പോവുള്ളൂ. അപ്പോൾ ശനിയാഴ്ച പിന്നെ മദ്രസയിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് വ്യൂസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എൻ്റെ കമൻറ്റൊക്കെ പൊതുവേ കുറച്ചേ വരാറുള്ളൂ കേട്ടോ. ആരും നല്ലതും പറയലില്ല, ചീത്തതും പറയലില്ല, അങ്ങനെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഒരു കുഞ്ഞ് കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ. കമൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇതാവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചക്ക് കുറച്ച് വിഭവങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. പിന്നെ ഇത് കുഞ്ഞാറ്റ ഇവിടെ ഉണ്ട് കേട്ടോ. അവളിത് അവിടെ വന്നപ്പോൾ ഇതാ പിന്നെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അനിയത്തി ഉണ്ടായിരുന്നു, അവൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കുട്ടികൾ സ്കൂളിൽ പോയിക്കുകയാണല്ലോ. അപ്പോൾ അവൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി വരും എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ എന്താ പറയുകയല്ലേ, എല്ലാവർക്കും ജലദോഷവും പനിയും കഫക്കെട്ടും വന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും വരികയാണ്. വല്ലാത്തൊരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ. ഈ കഫക്കെട്ടും പനിയും ചുമന്ന് പിടിച്ചാണെങ്കിൽ ആർക്കും മാറണമില്ല കേട്ടോ. മൂത്രത്തിൽ കുട്ടികൾക്കാണെങ്കിൽ ഈ പനി വന്ന അപ്പം ഈ മൂത്രപ്പഴുപ്പിൻ്റെ അസുഖം ഇപ്പം നന്നായിട്ടുണ്ട്. തൊണ്ടവേദന വരുമ്പോൾ അപ്പം നമ്മൾ പനി വരുമ്പോൾ എന്താ പനി മാറാത്ത വെച്ചിട്ട് നമ്മൾ ഇതാവുണ്ട്. അപ്പം തന്നെ ഒരു മൂത്രം ടെസ്റ്റ് ചെയ്യണത് നല്ലതാവട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കേട്ടിട്ടുണ്ട് പനി വന്നിട്ട് മൂത്രപ്പഴുപ്പ് ഉള്ളത് കൊണ്ട് പനി മാറാതെ അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം നമ്മൾ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ മൂത്രക്കടച്ചിലൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മളത് കാര്യമാക്കാതിരിക്കണ്ട. അപ്പം നമ്മളിന്ന് മൂത്രം ടെസ്റ്റ് ചെയ്യണത് നല്ലതാവും. ഗവൺമെൻറ് ആശുപത്രി പോയാലും അവരൊന്നും പറയില്ല കേട്ടോ. പിന്നെ പ്രൈവറ്റിൽ കാണിക്കുമ്പോഴാണ് മൂത്രം ടെസ്റ്റ് ചെയ്യണതിനൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിൽ പോയാൽ അവർ രക്തം ടെസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നറിയാം. പക്ഷേ മൂത്രപ്പഴുപ്പ് പറഞ്ഞാൽ മൂത്രം ടെസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് കുട്ടികളോട് വെള്ളം കുടിക്കാൻ പറയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. എങ്ങനെ ഫോണിൽ പിടിച്ചിരുന്ന അവർക്ക് വെള്ളവും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ മക്കളുടെ പോക്ക്. അവർക്കപ്പോൾ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ മറ്റേ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെച്ച് നോക്കുക, അപ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പാവും. മറ്റേ പറഞ്ഞ കുട്ടികൾ TV ഒക്കെ കണ്ടിട്ടിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് TV വേണ്ട. അവർ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിരിക്കുക, അതിലിങ്ങനെ ഒരു ഹരം പിടിച്ചിരിക്കുകയാണ്. വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. ആ ഫോൺ നമ്മളവരെ കയ്യിൽ നിന്ന് വാങ്ങിയാലും അപ്പോൾ അവർക്ക് ഇല്ലാത്തൊരു വിശപ്പ് എവിടുന്നാ വരിക എന്ന് അപ്പോൾ പറയാനും പറ്റുമല്ലോ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലൊന്നും അവർക്കൊരു ഇതില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളെ വീട്ടിൽ വിരുന്ന് വന്നാൽ പോലും ഫോണിൽ നോക്കിയിരിക്കണ മക്കൾ ആ ഫോണിൽ നിന്ന് തല ഉയർത്തി പിടിച്ചിരുന്നത് ഞാൻ 2-3 വീട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പോയിട്ട് അവിടുത്തെ മക്കൾ ചെയ്യണത്. അപ്പോൾ അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മളായിട്ട് നമ്മളെ മക്കളിനെ ഒരു ഇതിൽ തള്ളിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങളാണ് കേട്ടത്. അപ്പം ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാൻ അവിടെ വന്നപ്പോൾ ഉമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചിക്കൻ കുറച്ച് റോസ്റ്റ് പോലെ ഒരു കറിയും വെച്ച് 2 കഷ്ണം എടുത്ത് പൊരിച്ച്, പിന്നെ വെണ്ടക്ക അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മിച്ചും അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് ഉപ്പേരിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ അവളാണ് കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത്. ചിക്കൻ പൊരിച്ചതൊക്കെ അവളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി ഇപ്പോൾ ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് താളിക്കൂട്ടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ വരുമ്പോൾ തന്നെ മിച്ചുവിൻ്റെ പണികൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മാൻ്റെ മിച്ചുവിൻ്റെ ഒക്കെ തുടക്കൽ വടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മുളക് കൂട്ടാനാണ് കേട്ടോ. അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് തോന്നുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.